ഹലോ, നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ വിവേകും ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ട്രെയിൻ മാത്രമേ ഉള്ളൂ. ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെൽക്കം ടു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. നമ്മള് കന്യാകുമാരിയിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വെറുക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ, അല്ലേ? ഇനി മേല കന്യാകുമാരി വരില്ല എന്നാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത്. മറ്റേ സിനിമയിലെ ഡയലോഗ് ഇല്ലേ, അമ്മാവ ഇത് അമ്മാവയുടെ ആദ്യത്തെ കല്യാണമാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അതേപോലെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ആദ്യത്തെ വിസിറ്റ് ആണോ കന്യാകുമാരിയിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് ആദ്യത്തേതും അവസാനത്തേതും ആണെന്ന് ഞാൻ പറയും. അത്ര ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു തവണ വന്ന് കാണണം, പിന്നീട് എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, വരാൻ തോന്നില്ല നമുക്ക്. അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനോട് ട്രെയിനിന്റെ പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ റെയിൽ നെറ്റ്വർക്കാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആദ്യത്തേത് അമേരിക്കയാണ്, രണ്ടാമത്തത് ചൈനയാണ്, മൂന്നാമത്തത് റഷ്യയാണ്, പിന്നെ 4ാമതാണ് ഇന്ത്യ വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആരംഭം എന്ന് പറയുന്നത് എന്റെ പുറകിൽ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്, അല്ലെ? ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ആയിട്ടുള്ള കന്യാകുമാരിയിൽ നിന്നും അങ്ങ് ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന ആ ട്രെയിൻ ഇപ്പൊ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇവിടെ നിന്ന് പുറപ്പെടാൻ റെഡിയായി നിൽപ്പുണ്ട്, അല്ലേ? അതൊക്കെ ഭയങ്കര ചരിത്രമാണ്. അതായത് ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് ട്രെയിൻ, ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. എന്റെ മോനാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്രാന്ത്. അതാണ് കേട്ടില്ല, ഇറങ്ങി നടക്കാൻ വേണ്ടില്ല. നോക്കി, അതിപ്പോ എന്തൊക്കെയോ ഒരു മൈക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ വ്ലോഗ് കേൾക്കാൻ പറ്റും പരിപാടി എന്താന്നുള്ളത്. ഇനി എന്താ പരിപാടി? നമുക്ക് ഫർദർ പോണോ, ഇവിടെ നിൽക്കണോ? ഇന്ന് നമുക്കിന്ന് ഫർദർ പോവാം. ഇവിടെ നിൽക്കണ്ട, വേണ്ട, ഇവിടെ നിൽക്കണ്ട. അസ്തമയം കാണണ്ട, അസ്തമനം കണ്ടല്ലോ, ഉദയം കാണണ്ട, വേണ്ട. ഓക്കെ, നമുക്ക് ആ ട്രെയിൻ ഒന്ന് കണ്ടിട്ട് പോവാം, ഇല്ലെങ്കിൽ എന്റെ മോൻ ബഹളം ഉണ്ടാകും. ഇവിടെ ഇപ്പൊ 2-3 ട്രെയിൻ കിടപ്പുണ്ടല്ലോ. ഏതൊക്കെ കിടക്കുന്നത്? കന്യാകുമാരി, ചെന്നൈ, അത് മറ്റേ തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന ട്രെയിൻ. ഇത് നമ്മുടെ വിവേക് എക്സ്പ്രസ് അല്ലേ? ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ഇപ്പുറത്ത് ഏതോ ഒരു മഞ്ഞ ട്രെയിൻ കിടപ്പുണ്ട്, ഏതാണെന്നറിയില്ല. ഇതിന്റെ വിവേകിന്റെ ഫോട്ടോയാണ്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ലോക്കോ ഫ്രണ്ടിലാ, മുന്നിലാ. നടന്നോ. ഇതൊന്നും കഴുകാറ് പോലും ഇല്ലടേ ഈ ട്രെയിന്. പോകാം, ഞങ്ങള് പോവാ. ടാറ്റാ, ഞങ്ങള് പോവാണേ. തിരുനെൽവേലി, കന്യാകുമാരി, പുനലൂർ എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ബോർഡൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഏതോ വലിയ ട്രെയിനെ തൊട്ടെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ടാറ്റാ, ടാറ്റാ, ബൈ. ആരാടാ ഇതിനകത്ത്? എന്റെ അമ്മേ, ഇതിനകത്ത് ഒരുമാതിരി വൃത്തിയായിട്ട നാറ്റം ഇല്ലേ? മലയാളികൾ ആരും ഈ വണ്ടി കയറത്തില്ല, അതറിയോ? ആണോ? ഇത് ഇങ്ങനെയാണോ കൊടുക്കുന്നേ? ഇത് മറ്റേ കവറിടും. പില്ല അങ്ങനെ വണ്ടിക്ക് എന്താ ബർത്താണോ? എന്നാ വാ പോവാ നമുക്ക്. ഇനി ബാ, അതും കൂടെ നോക്കാം. തീർന്നു, ബാ ഇങ്ങോട്ട്. ഇതെന്താ ജനറൽ എസിയും തമ്മിലുള്ള ലിങ്ക് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ആണോ? ഇതിനകത്ത് കയറിയപ്പോ തന്നെ നാറ്റ. ആ ബാത്റൂമിന്റെ അവിടെ നിന്നൊക്കെയാണ് വാട എടുത്തിട്ട് വയ്യ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ്. കമോൺ, ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം കിട്ടി കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരുടെയും വായാണെന്ന് ഗൈസ്. എല്ലാവരും നിശബ്ദരായി. ഇവിടെ പുറകിലാണ് ഒരാള് ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അടുത്തൊരു എയർബിഎൻബി കണ്ടുപിടിച്ചു. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ മാറി നാഗർകോവിൽ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു സ്ഥലം. എനിക്കൊന്നൊരു ലോക്കൽ ഹൗസ് ആണ്, ഒരു സ്റ്റേ വിത്ത് ലോക്കൽ കൺസെപ്റ്റിനെ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. 4000 രൂപയാണ് നമുക്ക് ഒരു ദിവസത്തേക്കായത്. ഒരു വീടാണ്, ഒരു കുഞ്ഞു വീടാണ്. ലെറ്റ്സ് ഗോ ദേർ ആൻഡ് സീ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ തുടങ്ങിയിരിക്കുകയാണ്. അയ്യോ, എന്തായാലും ഇന്നത്തെ സൺസെറ്റ് കാണാമെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട, കാരണം ഫുൾ ക്ലൗഡിയായി. ആ പുള്ളിയുടെയാണ് ഈ ഹോം സ്റ്റേ. ഇതൊരു നമ്മൾ നാഗർകോവിൽ അടുത്താട്ടോ. ഇത് നാഗർകോവിലിനടുത്ത് പെരിക്കയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ ഇവിടെ പാർക്കിങ്ങും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി പൂള് പോയി ഒരു സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി സ്മോൾ. അതിനകത്ത് വെള്ളമില്ല. അപ്പോൾ ഋഷി എന്താ ചെയ്യുന്നതെന്ന് നോക്കി, അവിടെ അപ്പുറത്ത് പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് അവർ ഇതിനകത്ത് ഒഴിക്കാൻ പോവാണേ. ഇത് എപ്പോൾ നിറക്കി ഋഷി? അത് ഇപ്പൊ നിറയ്ക്കുവോ? എനിക്ക് വൈ ആണല്ലേ. അതാ അങ്കിള് കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി തരും കേട്ടോ. ഡോണ്ട് വറി. ആ ബക്കറ്റ്, ആ മഗ് അവിടെ വെച്ചിട്ട് വാ. നല്ലൊരു ക്യൂട്ട് വീട്. ഇതിന്റെ ഓണർ പുള്ളി ഇവിടുത്തെ ഒരു വിൻഡ് മിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പുള്ളി റിട്ടയർഡാണ്. അപ്പോൾ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ചെറിയൊരു സെറ്റപ്പാണിത്. അപ്പുറത്തെ വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. ഇതിന് നമ്മൾ ചെറിയ പൈസ നല്ലതാണ്, 4000 രൂപ കേട്ടോ. പോയിട്ട് വാ. അബിക്ക് അപ്പുറത്തൊരു റൂം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഋഷി അവിടെ പോവാ. ഇവിടെ വാ. കപ്പ് എടുക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇറങ്ങാമേ. 2 റൂം തരാന്നാണ് പറഞ്ഞത്. ഒന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന മുറിയും, ഇത് ഒരു മുറി മാത്രമാണ്. ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പൊ ഇത് മുകളിലേക്ക് കയറി പോകാനൊരു വഴിയുണ്ട്. ശരിക്കും ഭയങ്കര ക്യൂട്ട് സ്ഥലം അല്ലേ? ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് നമുക്കും ചെയ്യാനോട് ഇതേപോലെ. ഓക്കെ, അത് ശരി. ഇവിടെ ഒരു കുഞ്ഞ് പൂള് ഫോട്ടോയിൽ കണ്ടപ്പോ ഞാൻ കുറച്ചും കൂടെ വലുത് പ്രതീക്ഷിച്ചു. ദേടി വെള്ളമൊക്കെ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. നീ എന്താ പാടാ ചെയ്യുന്നേ? എടാ ആ അങ്കിള് വെള്ളം നിറച്ച് തരൂടാ നിനക്ക്. മതി കേട്ടോ. ആ വീട് നീ അതിനകത്ത്. ഇവിടെ ഒരു 4 പേർക്ക് ഇരിക്കാനുള്ള കസേരയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഊഞ്ഞാലുണ്ട്. ഋഷി ഊഞ്ഞാലും കയറിയിരിക്കാം. അപ്പൊ ആട്ടി തരാം. ബാ ശരി, ആട്ടി കൊടുത്തേടി അവനെ, ആട്ടി കൊടുത്തേ. ഇവിടെ പുറത്ത് തന്നെ ഒരു ബാത്റൂം. ദാറ്റ്സ് നൈസ്. ഷവറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഉറക്കമാണോ ഋഷിനെ? ഉറങ്ങാൻ പോവാണോ? ഋഷിയുടെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ലേ, ആൻഡ് പൂൾ വാസ് ഋഷി സർപ്രൈസ്. ഡിഡ് യു ലൈക്ക് മൈ സർപ്രൈസ്? ഇഷ്ടപ്പെട്ടോ? പിന്നല്ല, നല്ല കാട്ടി കൊടുക്കുക ചേതാ. ഇതാണ് നമ്മുടെ മുറി. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ മുറി. ഇതിനകത്ത് ഇത് ആക്ച്വലി 3 പേർക്ക് കിടക്കാവുന്ന ഒരു മുറിയാണ്. അബിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം. AC ഉണ്ട്, AC റൂമുണ്ട്, TV ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ചെറിയൊരു മിനി കിച്ചൺ, മൈക്രോവേവ് ഓവൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. പിന്നെ താഴെ ഒരു ചെറിയ മിനി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ഫിൽറ്റർ ഉണ്ട്. പിന്നെ ചൂടുവെള്ളത്തിന് വേണ്ടി ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഡിറ്റർജൻറ്റും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. തുണി അലക്കണം എന്നുണ്ടെങ്കിൽ തുണി അലക്കാം. അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞ്, എനിക്കൊന്ന് പുള്ളിയുടെ ഔട്ട് ഹൗസ് ആയിരുന്നു തോന്നുന്നത്. ആ ഔട്ട് ഹൗസ് അവരത് ഒരു ചെറിയൊരു ഇതാക്കി. 19 റിവ്യൂ ഉണ്ട് പുള്ളിക്ക്. പുള്ളി 10 മാസമേ ആയുള്ളൂ എയർബിഎൻബിയില്. ആന്നേ. എങ്ങനെയുണ്ടോ അവിടുത്തെ മുറി? നിനക്ക് ഇവിടെ കിടക്കണോ അവിടെ കിടക്കണോ? ഇതിന് 4000 അല്ല കേട്ടോ, 5000 ആയി, 5000 രൂപയായി. അതായത് ആക്ച്വലി ഞാൻ ആദ്യം 3 പേർക്കാണ് ബുക്ക് ചെയ്തത്. അത് ആക്ച്വലി 4000 രൂപയായിരുന്നു. പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കിനും പുള്ളി എക്സ്ട്രാ ഒരു 1000 രൂപ അവിടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും 5000 രൂപയ്ക്ക് ലാഭമാണ്. നമ്മൾ നല്ല ഭംഗിയുണ്ട്. അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടു ആംബിയൻസ്. അപ്പുറത്തൊക്കെ വീടുകളാണ്, എന്നാലും ലൈക്ക് അതൊരു ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റപ്പ്. അങ്കിൾ അവിടെ പൂള് ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറയായിരുന്നുകൊണ്ട് പുള്ളിക്ക് അത് റെഡിയാക്കി ഇടാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി അത് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് വഴക്കാളിയാ. ഇവിടെ ഇരുന്ന് വേണം, താഴെ ഇറങ്ങി ഇടിക്കും ഞാൻ. നീ ഹെൽപ്പ് ചെയ്യണ്ട, പുള്ളി ചെയ്തോളും. അങ്കിൾ ചെയ്തിട്ട് നിന്നെ വിളിക്കും കേട്ടോ. നീ ഇവിടെ നിന്നാ മതി. ഹായ്. അങ്ങനെ ഫൈനലി ഋഷി അതിനകത്ത് ഇറങ്ങിയല്ലോ. ചേതാ ഋഷി ഇറങ്ങിയിട്ടെ. അപ്പാ ഋഷിയുടെ വീഡിയോ എടുക്കേ. എന്നിട്ട് ഞങ്ങള് പറയും, ഞങ്ങളെ വീഡിയോ എടുക്കാനൊക്കെ പറയും. വെള്ളച്ചാട്ടമാണോ? എവിടെ? ഓ, വാട്ടർഫോൾ ആണല്ലേ. വെരി ഗുഡ്. Now he is telling it is waterfall. വാട്ടർഫോൾ കിട്ടിയല്ലേ. ഇപ്പൊ 2 സ്ഥലത്തുനിന്ന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അയ്യോ ശുചിത്വ, നിങ്ങൾ മുങ്ങിപ്പോയല്ലോ. വെള്ളം മതി, സർവത്ര വെള്ളം വേണം. പണ്ട് വെള്ളം പേടിയായിരുന്ന ചെറുക്കൻ ഇപ്പൊ ഇറങ്ങി. ഇതൊക്കെ അന്നു കാരണം തന്നെയാ ഇപ്പൊ അനുഭവിച്ചോ.
കടല്, വെള്ളത്തിന് വെള്ളം. സ്വിമ്മിങ് പഠിച്ചാൽ മതിയായിരുന്നു ഈ വെള്ളത്തിന്റെ പേടിയൊക്കെ മാറിയിട്ട്. എനിക്കൊന്നും ചെറുപ്പത്തിൽ സ്വിമ്മിങ് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയായിരുന്നു വീട്ടുകാർക്ക് എന്നെ വെള്ളത്തിലേക്ക് വിടാനായിട്ട്. ഒരു തവണ ഞാൻ പമ്പ നദിയിൽ മുങ്ങിച്ചാവാൻ വരെ പോയതാണ്. ശരക്കറിയോ അത് കഥ? അമ്പലത്തിൽ സപ്താഹം നടക്കുന്ന സമയത്ത് ഞാൻ കാരണമാണ് അവിടെ ഉള്ളൊരു ചേട്ടനാണ് മുടിക്ക് പിടിച്ച് രക്ഷപ്പെടുത്തിയത്. ആ ചേട്ടൻ രക്ഷപ്പെടുത്തില്ലായിരുന്നെ മുങ്ങിച്ചത്തേനെ. നമ്മളെല്ലാ കുട്ടികളെയും സ്വിമ്മിങ് പഠിപ്പിക്കണം. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കണം. എനിക്കൊന്ന് ഋഷിക്കൊക്കെ സ്കൂളിൽ അക്കാഡമിക്സിൽ സ്വിമ്മിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പല സ്കൂളുകളിലും സ്വിമ്മിങ് ഒരു എന്താ പറയുക അക്കാഡമിക്സിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശരിക്കും വേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കടമുക്കുടി പോയപ്പോൾ നമ്മൾ കണ്ട ബൈജു ചേട്ടനില്ലേ ഇല്ലേ? ബൈജു ചേട്ടനെ അറിയത്തില്ല ഋഷി? ബൈജു ചേട്ടൻ അവിടെ ഉള്ള കടമുക്കുടി ഉള്ളത്. അവര് കടമുക്കുടി ഉള്ള ആൾക്കാരാണ്. ബൈജു ചേട്ടൻ്റെ ഒരു മോൻ വെള്ളത്തിൽ വീണ് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ്. അവര് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ആ കുഞ്ഞ് വെള്ളത്തിൽ പോയി നീന്തൽ പഠിക്കുന്നതിന് മുമ്പാണ് അവിടെ ഉള്ള എല്ലാവർക്കും നീന്തൽ അറിയാം. അങ്ങനെ ഒരു എന്താ പറയാ ഒരു സാഡ് സ്റ്റോറി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയായിരുന്നു. അദ്ദേഹം എന്നോട് അവിടെ ഇരുന്നോളാം. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കണം. എൻ്റെ മകൻ ഉണ്ടായ പോലത്തെ ഒരു അവസ്ഥ വേറെ ആർക്കും വരരുത് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. ലൈക്ക് നമ്മളിതൊക്കെ ഒരു പാഠമാക്കേണ്ടതാണ്. ഞാനിപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് കൈട്ടടിച്ച് പഠിച്ചത്. സോ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ കരിക്കുലം. കേറി വാ. ബാക്കി നാളെ ബാ, നമുക്ക് മമ്മ ഒക്കെ ഉണ്ടാക്കണം. അമ്മ ചായ ഉണ്ടാക്കാൻ പോകുന്നു. വാന്ന് ഞങ്ങൾ കയറി പോവാണേ. എടാ അഭി വേണം നീ, നമുക്ക് പോവാം. അവനോടെ കിടന്നോട്ടെ. ടാറ്റാ, ബൈ ബൈ. ഞാൻ പള്ളിപ്പാക്കാൻ വന്ന് പിടിച്ചോണ്ട് പോട്ടെ. ബാ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. കയറി വരാൻ പറഞ്ഞാൽ കയറി വരത്തില്ല. അപ്പൊ പിന്നെ വെള്ളം കിടക്കട്ടെ, നാളെ രാവിലെ ഇറങ്ങാമേ. ഇന്നാ തുടക്കി, തലയൊക്കെ തുടക്കി. അതൊന്നും വേണ്ടാന്ന് കയറിപ്പോയി. ചേതയ്ക്ക് വന്നേ, അകത്തോട്ട് പോരുത്, തുടക്കാതെ അകത്തോട്ട് പോരുത്. ഇവിടെ ചേത ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മള് ആ ചേട്ടൻ ഒരു അര ലിറ്ററിന്റെ പാല് തന്നായിരുന്നു. പിന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് ടേസ്റ്റ് നിബിൾസിന്റെ സദ്യയാണ്. നമ്മൾ ഇന്ന് ടേസ്റ്റ് നിബിൾസ് ഫുഡ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട്. ഓക്കെ, പൊറോട്ട വേണോ ചപ്പാത്തി വേണോ? പൊറോട്ട ബൺ പൊറോട്ട കിട്ടുമെന്ന് എനിക്കറിയില്ല. പൊറോട്ട വാങ്ങിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇത് കറി കൂട്ടി അടിക്കാം. അപ്പൊ ഒരു ചായ ഉണ്ടാക്കി തന്നു, ചായ കുടിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. I love you. Oh, I love you too. Our hearts kept chasing each other till the world of love brought them together. എന്താ വേണ്ടേ? പോയി തുണി കൊടുത്തിട്ട് വാ ആദ്യം. തുണി കൊടുത്തിട്ട് ശരിക്കും ഒരു ഹോംലി ഫീല് അല്ലേ? നമ്മള് ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ പോയി താമസിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ഫീല്. അതാണ് ഇതുപോലെയുള്ള ഹോം സ്റ്റേകളിൽ നമ്മൾ താമസിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചില റിസോർട്ടുകളിലും നമുക്ക് ഇതുപോലത്തെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അവിടെ നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവിടെ നമ്മളെ പാമ്പർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹൗസ് ഓണർ ഉണ്ടാവും. ഹൗസ് ഓണർ ഉള്ള വീടുകളിൽ താമസിക്കണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഹൗസ് ഓണർ ഇല്ലാതെ ചില ആൾക്കാർ സ്റ്റാഫിനെ മാത്രം വെച്ചിട്ട് അവര് മാനേജ് ചെയ്യും. അതിലും നല്ലത് ഹൗസ് ഓണർ ഉള്ള വീടുകളിൽ താമസിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചിട്ട് വരാമേ. ഇപ്പൊ വരാട്ടോ. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് വരാം, പൊറോട്ട വാങ്ങിച്ചിട്ട് വരാം. ശരിക്കും നമ്മുടെ വീടൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള ഒരു ഏരിയ അല്ലേ? അത്രയും പോലും സ്ഥലമില്ല. നമ്മുടെ വീട്ടിൽ ശരിക്കും നമുക്ക് ഇതിലും കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പിലൊരു പ്രതിഷ്ഠ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പുള്ളിയുടെ വീട്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഏതോ ഒരു ഉത്സവം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാം. ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കാനായിട്ട് പോവാണ്. പുറത്ത് പൊറോട്ട തമിഴ്നാട്ടിൽ പൊറോട്ട ബെസ്റ്റാണ്, അടിപൊളി പൊറോട്ടയാണ്. സോ ഇത് ഓഫ് ഗോയിങ് ആൻഡ് ബൈയിങ് പൊറോട്ട ആൻഡ് കം. അത് മാത്രമല്ല ഒരു നടത്തമാവുമല്ലോ. ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കാൻ ഒരു കടയിൽ വന്ന് പുള്ളി അവിടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഞങ്ങള് ആ കടയിൽ നിന്ന് 10 പൊറോട്ടയും 2 കലക്കിയും വാങ്ങിച്ചു. ഈ അബിയുടെ കയ്യിലിരിക്കുന്ന ഇതാണ് പൊറോട്ട. ഈ കാണുന്നത് ഗ്രേവി. പൊറോട്ട വാങ്ങിക്കുമ്പോൾ ഗ്രേവി ഫ്രീ ആണ്. 10 പൊറോട്ടയ്ക്ക് 4 പാക്കറ്റ് ഗ്രേവി ഫ്രീ തന്നു. ഇത് 2 കലക്കി. അപ്പൊ 2 കലക്കി എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഓംലെറ്റ് ആണ്. തമിഴ്നാട് കിട്ടുന്നൊരു സാധനമാണ്. വളരെ ടേസ്റ്റാണ്. 2 കലക്കിയും 10 പൊറോട്ടയും 150 രൂപ. നമ്മളിപ്പോ പൊറോട്ട കഴിക്കാൻ പോകുന്നത് ചെട്ടിനാട് പെപ്പർ ചിക്കൻ കറി ബോൺലെസ്, പിന്നെ ബഫല്ലോ മീറ്റ് ഡ്രൈ ഫ്രൈ PDF, പിന്നെ ശ്വേതയ്ക്ക് സോയ കോക്കനട്ട് ഫ്രൈ. ഇത് പുതിയ പ്രോഡക്റ്റ് ആണല്ലേ? സോയ കോക്കനട്ട് ഫ്രൈ ഉണ്ട്.
അപ്പോൾ ഈ 4 സാധനങ്ങൾ, പിന്നെ പൊറോട്ടയും കലക്കിയും ആണ്. കലക്കി വേണോ ഋഷിക്ക്? കലക്കി ചിക്കൻ കറി മതിയോ? ഓക്കെ. നമ്മുടെ വണ്ടിയിൽ ഒരു ലോഡ് സാധനങ്ങൾ ഇരിപ്പുണ്ട് ടേസ്റ്റ് ടെബിൾസിന്റെ. നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഓരോന്ന് പൊട്ടിച്ച് നമ്മൾ അടിക്കും. നമ്മുടെ ഈ കേരള തമിഴ്നാട് ബോർഡറിലൊക്കെ നമുക്ക് ബഫല്ലോ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അവിടെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പോത്തിന്റെ പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ചില കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ കിട്ടാൻ കർണാടകത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. കർണാടകവും പിന്നെ ആന്ധ്ര എങ്ങനെയാന്ന് എനിക്കറിയില്ല. കിട്ടും എല്ലായിടത്തും, പക്ഷെ എന്നാലും ചില സമയത്ത് ഒരു കടയിൽ പോയപ്പോ എന്റെ ഫ്രണ്ട് കൊണ്ടുവരാണ്. അവിടെ പോയിട്ട് സാധനം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, ആണല്ലേ. പക്ഷെ ചില കടകളിൽ മലയാളത്തിൽ മാത്രം എഴുതി പോത്തെന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ബാംഗ്ലൂർ. പണ്ട് മുതലേ അങ്ങനെയാണ് ബാംഗ്ലൂർ. ഒളിച്ചും പാത്തൊക്കെയാണ് ഈ സാധനം ചില കടകളിലൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ചിലയിടത്തൊക്കെ ഓപ്പൺ ആയിട്ട് വയ്ക്കുന്നുണ്ട്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ. സോ ഇവിടെ ബഫല്ലോയാണ്, ബഫല്ലോ BDF എന്ന് പറയും. അതായത് ബഫല്ലോ ഡ്രൈ ഫ്രൈ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചൂടാക്കട്ടെ. ജാപ്പനീസ് റിട്ടോർട്ട് ടെക്നോളജിയിൽ പാക്ക് ചെയ്ത സാധനങ്ങളാണിത്. ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ കുറെ വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ് ടേസ്റ്റ് ടേബിൾസിന്റെ. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുക, ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഈ പാക്കറ്റ് മുക്കിയിടുക. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ചൂടാക്കി കഴിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ സാധിക്കും. സിമ്പിൾ പരിപാടിയാണ്. എന്താ വേണ്ടേ? ചിക്കൻ കറി അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തരാട്ടോ. പൊറോട്ട തയ്യുന്നില്ലെങ്കിൽ കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി ബോൺലെസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും സെയിം ഈ പറഞ്ഞ പോലെ എല്ലാം റെഡി ടു ഈറ്റ് ആണ്. റെഡി ടു ഈറ്റ് പ്രോഡക്റ്റുകളാണ്. സിമ്പിൾ ആയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് കഴിക്കാവുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. ഈ സാധനം എല്ലാം നിങ്ങൾക്ക് ടേസ്റ്റ് ടേബിൾസിന്റെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ടെക് ട്രാവലീറ്റിന്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. യു വിൽ ബി ഗെറ്റിംഗ് എ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇത് ഇതേപോലെ പൊട്ടിക്കുക, അതിനകത്തോട്ട് മുക്കി വയ്ക്കുക. അത് ജസ്റ്റ് ചൂടാക്കാൻ, ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിനകത്തോട്ട് വെക്കുന്നത്. ഋഷിയുടെ എന്താ കണ്ടോണ്ടിരിക്കുന്നത് ടിവിയില്? ബ്ലിപ്പിയാണോ? ഓഹോ, കാറിന്റെ ബ്ലിപ്പിയാണോ കാണുന്നേ? വെരി ഗുഡ്. ഋഷി ഒരു ബ്ലിപ്പി ഫാനാണ് കേട്ടോ. ശരിക്കും ഈ ബ്ലിപ്പി ഉണ്ടല്ലോ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഋഷി ഇതിൽ നിന്ന് ഒത്തിരി പഠിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നോക്കി പഠിക്കുന്നുണ്ട്. എന്താ പരിപാടി? എന്റെ റൂം എങ്ങനെ ഉണ്ടാ? ഞാൻ അങ്ങോട്ട് വന്നില്ലായിരുന്നു. നല്ല റൂമാണോ? ബാത്റൂം അറ്റാച്ച്ഡ് അല്ലേ? നമുക്കിവിടെ ബാത്റൂം പുറത്താണേ. ഇത് ചെട്ടിനാട്. എനിക്ക് ഇവിടെ പാത്രത്തിന്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് ഡയറക്റ്റ് കറി ഒഴിക്കാം. ചിക്കൻ കറി ഓക്കെ. ഇത് ആക്ച്വലി ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാല് വേണമെങ്കിൽ 2 പേർക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മളിപ്പോ 2 കറി എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കൂടിപ്പോയൊരു സംശയമുണ്ട് കേട്ടോ. 2 കേരള ചിക്കൻ കറി, ചെട്ടിനാട് കറി. നമ്മൾ തമിഴ്നാട്ടിലല്ലേ, അപ്പൊ നമ്മൾ കേരളം ചെട്ടിന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കാൻ പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഞാൻ ഇങ്ങോട്ട് ഇടാം. കലക്കി ചിക്കൻ കറി. അയ്യോ ഋഷിക്ക് കറി ഒഴിക്കാൻ മറന്നുപോയി. സോറി. അയ്യോ മറന്നുപോയി മുത്തിനെ. ഇട്ടിട്ടുണ്ടേ കേട്ടോ. ഓക്കെ. വീഡിയോ ഇത് പൊളിച്ച് കണ്ടാ തന്നെ അറിയാം അടിപൊളിയാണ്. അത് പൊളിക്കും. ഇതിന്റെ മേലെ കുറച്ച് സവാളയും കൂടി ഇങ്ങനെ എന്നിട്ട് അതെല്ലാം കൂടെ അതാണ് രസം. അന്നേരം ആ സവാള ഇടുമ്പോഴാണ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ ചിക്കൻ ഫ്രൈ ആണെങ്കിലും PDF ആണല്ലോ, അതിന് മേളിൽ ഇങ്ങനെ സവാള എടുത്ത് തരുമ്പോൾ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ? സെറ്റ്. നിനക്ക് വേണം സവാള? സോയാബീൻ അതും പൊളിച്ച്. ഇത് അഭി ഉണ്ടാക്കുന്ന കറി പോലെ ഉണ്ടല്ലേ? ഏതാ നിനക്കും സവാള? ഓക്കെ ഓക്കെ, അടിപൊളി സെറ്റായി. കഴിച്ചു നോക്കിയാ ഋഷി? ഏതാ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് നോക്കി? നിന്റെ മോളെ BDF പൊളി. അടിപൊളിയല്ലേ? അത് കണ്ടാ തന്നെ അറിയാം അടിപൊളിയാന്ന്. അത് പൊളി, സൂപ്പർ. വേറൊരു കാര്യമാണ് ഈ സോയാബീൻ തകർത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ചില സാധനങ്ങളൊക്കെ അടിപൊളിയാണോ? എല്ലാം അടിപൊളിയാന്നല്ല അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചില സാധനങ്ങളൊക്കെ എനിക്ക് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഫിഷ് കറി, പിന്നെ അതേപോലെ തന്നെ ബഫല്ലോ പ്രോഡക്ട്സ്, ചിക്കൻ കറി, നാടൻ സാധനങ്ങളൊക്കെ. ഏതാ? ഓക്കെ. ഋഷി കഴിച്ചോ കേട്ടോ. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനങ്ങളാണ്. ഓ അത് ശരി, നീ 5000 രൂപ ഫുൾ മുതലാക്കിക്കൊണ്ടിരിക്കുവല്ലേ? തുണി വരെ അലക്കി കഴിഞ്ഞത് വേണ്ടിയുള്ള ശ്വേതയുടെ. ശരി, അപ്പൊ ഇനി വീട്ടിൽ പോകണ്ടല്ലോ ഈടെങ്ങും തുണി അലക്കാനായിട്ട്. നമ്മള് ശരിക്കും ഒരു വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട് പോലെ തന്നെ ആ വീട് നോക്കണം.
ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കഴിച്ച പ്ലേറ്റൊക്കെ നമ്മളിവിടെ കഴുകി വെച്ചു. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. വേസ്റ്റ് എല്ലാം ദേ കവറിനകത്ത് ആക്കിയിട്ട് നമ്മൾ ഡസ്റ്റ്ബിനിലിട്ടു. ഇതൊക്കെ നമ്മൾ ഏതൊരു എയർബിഎൻബിയിൽ പോയി താമസിച്ചാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ അലമ്പാക്കി ഇട്ടിട്ട് പോകരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മുടെ ഒരു ബേസിക് കേർട്സിയാണ് നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് കഴുകി വെക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ. അത് വേൾഡ് വൈഡ് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനകത്തൊന്നും വിചാരിക്കേണ്ട. ഈവൻ തോ നമ്മൾ അവർക്കൊരു ക്ലീനിങ് ഫീ അവർ ചാർജ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്നുള്ളത് എയർബിഎൻബി എടുത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിൽ പോയി താമസിക്കുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട, അത് നമ്മുടെ റൈറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, അത് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്താ ഇഷ്ടമായെന്ന് അറിഞ്ഞോ? ഋഷിക്ക് ഏത് കറിയാ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞേ. ഏത് ചിക്കൻ കറി? ഋഷിക്ക് കേരള. ആ എരിവുണ്ടായിരുന്നല്ലോ, ആ എരിവ് വെച്ചിട്ട് ഋഷിക്ക് നീറുന്നു. ഋഷിക്ക് തുടച്ചു തരാവേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകുന്നു. നാളെ നമ്മൾ ബാക്കി ഈ വീഡിയോ തുടരുന്നതായിരിക്കും ഗൈസ്. ആക്ച്വലി ഇതൊരു വലിയ പൂളായിരുന്നെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും പൂളിനകത്ത് ഉണ്ടായിരുന്നു. കുഞ്ഞു പൂളായിപ്പോയി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് പെട്ടെന്ന് ഇറങ്ങിപ്പോ താഴെ വീണ നല്ല താഴ്ചയാണ്. അത് ശരിയാ. കവറിങ് എന്തെങ്കിലും വെച്ചാണെങ്കിൽ അതൊരു പൂൾ ഉള്ള ഏരിയ ആണ്, അപ്പം ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓ ശ്വേതാ, എന്താണിത്? രാവിലെ കണി കണ്ടുടരാനായിട്ട് ഷഡ്ഡി ബ്രാ എല്ലാം കൂടെ ചേർത്ത് ഉണക്കി മേളില് താഴെയായിട്ട് ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇവിടെ അകത്ത് ഇതൊക്കെ ഈ പുള്ളിയുടെ പരിപാടി കേട്ടോ. ഇതെല്ലാം ഉണക്കിയിടാനുള്ള പരിപാടികളാണ് കേട്ടല്ലേ. എനിക്ക് ടാറ്റ പോണ്ടേ, സൗത്ത് ഇന്ത്യൻ റോഡ് ട്രിപ്പ്. ഹലോ, എനിക്കിടമുട്ട് ഇതാ അപ്പാടെ കുളി കഴിഞ്ഞു. അപ്പപ്പാടെ കുളി കഴിഞ്ഞു. അമ്മ കുളിക്കാൻ പോയി. നീ ഋഷിയും കൂടെ ഉള്ളു കുളിക്കാൻ. എനിക്കുണ്ടേ. ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങിയല്ലേ. ഇടി ഉറക്കത്തിൽ ചിരിക്കുന്ന ഋഷിനെ കണ്ടോ നീ? ഉറക്കത്തിൽ ചിരിക്കുന്ന ഋഷി. ഇതാരാ? ഋഷിയാണോ? ഋഷി കൂലിയെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുവാണല്ലോ. ഗുഡ് മോർണിംഗ്. ഓ താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു. അത് മറ്റേ ടവലില് പൂടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ മോർണിംഗ് ടീ. സോ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ലീവ്. ഞങ്ങൾ രാവിലെ ചായ എല്ലാം കുടിച്ച് തുണിയെല്ലാം അലക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇവിടെ വന്നിട്ടല്ലേ. ഒരു വീടെടുത്തോണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു. തുണി അലക്കി കഴിഞ്ഞു, നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇനി എവിടെ താമസിച്ചാലും പ്രശ്നമില്ല. സോ ഇറ്റ്സ് ടൈം ടു ലീവ്. പോ ഋഷി, കം ഓൺ. പൂളിലൊക്കെ കളിച്ചല്ലേ. ബൈ പറ ഋഷി. Thank you uncle. See you. Bye. See you again. പൂമ്പാറ്റയുണ്ടോ? He's selling butterfly there. Butterfly there is. Oh, butterfly. Okay, bye. See you. Yeah, bye. നമ്മുടെ വണ്ടി കഴുകാൻ ഇറ്റ്സ് ഹൈ ടൈം അല്ലേ. വണ്ടി കഴുകാറായി. വണ്ടിയുടെ അകമൊക്കെ പൊടിയായി, പുറത്തൊക്കെ ചെളിയായി, മൊത്തത്തിൽ മഴയും മറ്റു പരിപാടികളൊക്കെ ആയതുകൊണ്ടേ വണ്ടി കഴുകാറായി. പക്ഷെ എന്നാലും ഒന്ന് വൃത്തിയാക്കണ്ടേ. എന്താ ഋഷി? ആണോ? എവിടാ ഋഷിയുടെ പുതിയ കൊട? എവിടുന്ന് വാങ്ങിച്ച കൊടയാ അത്? അട്ടപ്പാടിന്ന്. രാവിലെ നമ്മള് ഒരു കടയിൽ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ മാങ്ങ പറിക്കുന്ന കാഴ്ച കാണാം. റോഡിൽ നിൽക്കുന്ന മാവ് അടില്. ആ ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന മാവാന്ന് തോന്നുന്നു. പുള്ളി പറിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ പാട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ അമ്പലത്തിലെ പാട്ട് കേൾക്കായിരുന്നു. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുമെന്ന് തോന്നുന്നു, ഏതോ ഒരു അമ്പലത്തില്. അവിടെ ഒരു ഇഡ്ഡലി കടയുണ്ട്. ഇഡ്ഡലി കടയിൽ നിന്നാണ് ആ കടയുടെ പേര്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ അവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കണ്ടു. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അത് സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. ചൂട് ഇഡ്ഡലി ഒരു രക്ഷയില്ല കേട്ടോ. ആവി പറക്കുന്ന ഇഡ്ഡലിയാണ് കൈസ്. ആവി പറക്കുന്ന ഇഡ്ഡലി. ഓ ഋഷിക്ക് ബിഗ് അല്ല കിട്ടിയല്ലേ. ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇഡ്ഡലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയും വടയും ചായയും കാപ്പിയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അറിയത്തില്ല. പൂരിയുണ്ട്. ഇഡ്ഡലി വട പൂരി. ഇഡ്ഡലി വട ചായ പൊട്ടറ്റോ പോണ്ട. ചേട്ടന്റെ പേരെന്താ? വിക്രം.
രണ്ടെണ്ണം. മൂന്നെണ്ണം മതി. ഞാൻ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവരുടെ ഇഡ്ഡലി എങ്ങനെയാണ് ഈ പൂ പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്? സത്യം, നമ്മുടെ ആൾക്കാർ എന്താ ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും? ഈ ഉപയോഗിക്കുന്ന അരിയുടെ ഉഴുതിൻ്റെ ഒക്കെ പ്രത്യേകതയായിരിക്കും. എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയതുകൊണ്ടോ ഒരു ചെറിയ വിരലോട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി അങ്ങ് മുറിഞ്ഞു പോകും. അവിടെ അത്ര സോഫ്റ്റ് ആണ്. കണ്ടോ, പൂ പോലത്തെ ഇഡ്ഡലി. അടിപൊളി. ശരിയാ നീ പറഞ്ഞത്, അലിഞ്ഞു പോകും വയലിട്ട് കഴിയുമ്പോഴത്തേക്കും. കൃഷിക്ക് ഇഷ്ടപ്പെട്ടോ? കഴിച്ചു. ആ ഈ ഇല വെക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇല കൊണ്ട് നമ്മൾ പുറത്തിടണം കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബസ് പോകുന്നു. അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. എല്ലാം കൂടെ കഴിച്ച 160 രൂപ. 4 പേര് കഴിച്ചത് വടയും പരിപ്പോടയും ഉഴുന്നോടയും ചായയും എല്ലാം കൂടി. ഞാൻ 200 രൂപ കൊടുത്തു. ചേട്ടനോട് ബാക്കി വെച്ചോളാൻ പറഞ്ഞു. അല്ല, നമ്മൾ ഇന്നലെയും കണ്ടത് ആ ചേട്ടൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ ടൈം ഇഡ്ഡലി മാത്രമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഫ്രഷ് സാധനം. ആ ഉഴുന്നോടയും പരിപ്പോടയും പുറത്തൊന്നും കൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂട് പരിപ്പടം കൊണ്ടുവന്നു. അതെടുത്ത് കഴിച്ചു. നാക്കും പുള്ളി അത് കഴിച്ചിട്ട്. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം ഞങ്ങളുടെ ഫ്രിഡ്ജാണ്. അതായത് നമുക്ക് ഈ സാധനം, ഈ കുപ്പി ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ AC വെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ AC വെന്റിൽ നിന്നുള്ള തണുപ്പടിച്ചിട്ട് ഈ കുപ്പി വെള്ളം ശരിക്കും തണുക്കും. ഇത് ശ്വേതയുടെ ഐഡിയ ആണ്. ഞാൻ പോലും ഇത് പോയിട്ടില്ലായിരുന്നു. ശ്വേത ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം എടുത്തു തരുമായിരുന്നു. അന്നേരമാണ് എനിക്ക് ഈ ഒരു ഐഡിയ എത്തിയത്. ഇപ്പൊ നമ്മൾ 2 ഭാഗത്തും അത്തരത്തില് നമ്മൾ കുപ്പിവെള്ളം വെച്ച് സെറ്റാക്കി. കണ്ട, തണുത്ത വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. ശരിക്കും ഇതിനകത്തൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതിനകത്ത് ഇത് കൂളിംഗ് ആണ്. ഇത് കൂളിംഗ് വരുന്നതാണ്. പക്ഷെ ആ കൂളിംഗിലും എഫക്റ്റീവ് ആണ് ഈ കൂളിംഗ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മണക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മണക്കുടി എന്ന് പറയുന്നത് ജസ്റ്റ് കന്യാകുമാരിയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മണക്കുടി ചർച്ചാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കന്യാകുമാരി ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിൽ ധാരാളം പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലമാണ്. ധാരാളം പള്ളികൾ എനിക്കിവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ മനോഹരമായിട്ടുള്ള മണക്കുടി ബീച്ചാണ് ഈ കാണുന്നത്. ആ ഒരു ബീച്ചിന്റെ സമീപത്തായിട്ട് നമുക്കിവിടെ ഹാർബറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മണക്കുടി ഹാർബറിലേക്ക് ബോട്ടുകൾ വന്ന് കയറുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ട്രൈപോഡ്സ് വെച്ചിട്ട് ഈ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്, ഈ ഹാർബറിലേക്കുള്ള വഴി ഒരുക്കുന്നതിനുള്ള പരിപാടിയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു സ്ഥലം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എക്സ്ട്രീം ബ്യൂട്ടിയാണ്. അതായത് ഈ ഒരു കടൽ തീരത്തെ ആ ഒരു പള്ളിയും ആ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇവരുടെ ഹാർബർ, ആ ഹാർബറിൽ സത്യം പറഞ്ഞാൽ എന്തോരം ബോട്ടുകളാണെന്നറിയോ അടുക്കിയിട്ടിരിക്കുന്നത്. കരയ്ക്ക് കയറ്റിയിട്ടിരിക്കുക ബോട്ട്. അങ്ങനെ ഒരു കിഡിലൻ ഭംഗിയുള്ള ഒരു സ്ഥലം. അതിൽ പുതിയൊരു പാലം കാണാം, ആർച്ച് ബ്രിഡ്ജ് പോലത്തെ. ഇങ്ങനെ ഇത്തരത്തിൽ ആർച്ച് പോലെയുള്ള കുറേ ബ്രിഡ്ജുകൾ നമുക്ക് കാണാം. പിന്നെ അതിനിപ്പുറത്തായിട്ടൊരു പഴയ പാലം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ അപ്പുറത്തൊക്കെ പലതരത്തിലുള്ള വാട്ടർ ബോഡികളുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വേറെ ഒരു കുഞ്ഞി പള്ളി വേറെ ഞാൻ കണ്ടു. ഭയങ്കര രസമുള്ള പള്ളികൾ. ആ പള്ളിയുടെയൊക്കെ ബാക്കിലാണ് നിറയെ തെങ്ങും തോപ്പുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല കിഡിലൻ ആംബിയൻസ്. ഇതിലേറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഹാർബറിലേക്കുള്ള ആ ഒരു ട്രൈപോഡ്സ് ഇട്ടിട്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. അതായത് ആ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ഈ ചെറിയ ബോട്ടുകൾക്ക് കടലിൽ നിന്നും ഈ തുറമുഖത്തേക്ക് കയറാനും ഇറങ്ങാനും തിര കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ട്രൈപോഡ്സ് ഇട്ട് ഇവർ ഈ ബ്രേക്ക് ചെയ്യുന്നത്, ഈ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും അതേപോലെ തന്നെ വലിയ വലിയ തുറമുഖങ്ങളിലും പോർട്ടുകളൊക്കെ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. ആ ട്രൈപോഡ്സിന്റെ അപ്പുറവും ഇപ്പുറവും 2 കളറിൽ വെള്ളം നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന് കുറച്ച് ബ്ലൂയിഷ് കളറിലും ഒന്ന് ബ്ലൂ അല്ലാത്ത രീതിയിൽ ഒരു ബ്രൗൺ ചാര നിറത്തിലും വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ട്രൈപോഡ്സിന്റെ മുകളിൽ കൂടെ ആ ഒരു കടൽ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലെങ്കിൽ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. അത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു ആ ഒരു സംഭവം. ബീച്ചിലൊന്നും അങ്ങനെ അധികം ആരും ഇറങ്ങുന്നൊന്നുമില്ല, കാരണം ഇത് അങ്ങനെ ഒരു ടൂറിസ്റ്റുകൾ വരുന്നൊരു ബീച്ചൊന്നുമല്ല. പിന്നെ വേറൊരു അട്രാക്റ്റീവായിട്ട് ഞാൻ ഇവിടെ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ വീടുകളാണ്. ഓരോ വീടുകൾക്കും ഓരോ നിറമാണ്. ഓരോ വ്യത്യസ്ത നിറത്തിലുള്ള പെയിന്റ് അടിച്ചിട്ടുള്ള അടിപൊളി വീടുകൾ. പിന്നെ ആ വീടിന് സമീപത്തായിട്ട് ഈ ഒരു പള്ളി. ഇടുങ്ങിയ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും ഇടുങ്ങി നിൽക്കുന്ന വീടുകളായിരിക്കും. അതാണ് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെ പ്രത്യേകത. അടുത്തടുത്ത് ചേർന്ന് നിൽക്കുന്ന വീടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മതിലുകളൊന്നുമില്ലാതെ അത്തരത്തിൽ നിൽക്കുന്നൊരു വീടുകൾ, കടൽ തീരത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമം. ആ ഒരു ഗ്രാമം കണ്ട ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും രാവിലെ. ശരിക്കും നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് ഈ ഒരു ഇതിന്റെ മേളിലോട്ട് കുറച്ച് കൊണ്ടാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാത്ത സ്ഥലമല്ലേ, നമ്മളിവിടെ വന്നിട്ട് അലമ്പ് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാർ വന്ന് വെറുതെ പഞ്ഞിക്കിടണ്ടല്ലോ. തീരത്ത് തന്നെയാണ് ആളുകളുടെയൊക്കെ വീട്. കണ്ടില്ലേ, ഫുള്ള് വീട് ഇങ്ങനെയാണ്. ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, തമിഴിലാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ,
പഴയ കറ്റമരം. അതായത് പണ്ട് മുക്കുവന്മാര് കടലിൽ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത് ഇതുപോലെയുള്ള കറ്റമരത്തിലാണ്. ഇപ്പൊ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ യന്ത്രവൽകൃത ബോട്ടുകളും പിന്നെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടലിൽ താങ്ങാവുന്ന സൗകര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണല്ലോ എല്ലാവരും പോകുന്നത്. പക്ഷെ എന്നാലും ഈ ഫിഷിംഗ് ഒരു ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ? ഭയങ്കര സ്കില്ല് മാത്രമല്ല, അതിന് കുറച്ച് തൻ്റെയോടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേണം. അയ്യോ, എത്ര ദിവസം കടലിൽ നിന്ന് കരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോഴേ ഈ പെട്ടുപോയ അവസ്ഥയൊന്നും ആലോചിക്കുക. ഇവിടെ താഴെയും കറ്റമരം കിടക്കുന്നത് കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം KTDC ഹോട്ടലിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു കറ്റമരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്ത് പോളിഷ് ചെയ്ത് കൊണ്ട് വെക്കണത്തിന് എത്ര രൂപ ആവുന്നറിയോ? അതായത് നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ സാധനത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ബ്രൗണിഷ് കളറ്, പിന്നെ ഇവിടെ നമുക്ക് ഒരു ബ്ലൂയിഷ് കളറ്, അങ്ങനെയാണ് ഈ ഒരു സംഭവം. ആ കായൽ വന്ന് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഒരു പൊഴിമുഖം കൂടിയാണ്. നമ്മൾ ഈ ടൂറിസ്റ്റുകൾ വരാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ബിഹേവ് യുവർ സെൽഫ്, ഓക്കെ, ട്രാവൽ റെസ്പോൺസിബിളി, അത്ര എനിക്ക് പറയാനുള്ളൂ ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. നിനക്കെന്താ വരാൻ മടി? ഞങ്ങൾ പോയി കടലിൽ പോയിട്ട് ഫിഷിനെ കണ്ടല്ലോ, ഞങ്ങൾ ഫിഷിങ് ചെയ്തല്ലോ, നീ കണ്ടില്ലല്ലോ. ആ ബെൽറ്റ് ഇട് ശരിയാക്കി. ഇതെന്താ ബെൽറ്റ് ഇടാത്ത? ഇങ്ങനെയാണോ ബെൽറ്റ് ഇടുന്നത്? ഇതെന്താ ഇങ്ങനെ കൈയൊക്കെ ആകത്തിട്ടെ? ഇല്ലെങ്കിൽ വണ്ടിയുടെ ബെൽറ്റ് ഇട്ട് വരും ഞാൻ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഈ പാലത്തിന്റെ പേരെന്താണെന്നറിയോ? ലൂർദമ്മാൾ സൈമൺ ബ്രിഡ്ജ്. ലൂർദമ്മാൾ പേരുള്ളത് അല്ലെ? ലൂർദമ്മാൾ എഴുതി വെച്ചിട്ടുണ്ടോ? അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ലൂർദമ്മാൾ സൈമൺ പാലം എന്നാണ് ഈ പാലത്തിന്റെ പേര്. അതുള്ളവേ ഞാൻ ഇംഗ്ലീഷിനകത്ത് ഗൂഗിൾ മാപ്പിൽ. എനിക്ക് തമിഴ് അറിയാം, എനിക്ക് തമിഴ് തരുവോടാ. എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം. അതെനിക്കറിയോ? എനിക്ക് തമിഴ് പേசுறதுக்கு தெரியாது, എന്നാ തമിഴ് എനിക്ക് പഠിக்கிறதுக்கு தெரியும். തമിഴ് സംസാരിക്കാൻ ചേരുണ്ടല്ലോ, തമിഴ് വായിക്കാൻ ഞാനില്ലേ? അവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ, സംസാരിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, വായിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. അതാണ്. എവിടെ നോക്കിയാലും തെങ്ങും പനയും മാവും എല്ലാം കൊലച്ചാ നിക്കുന്നത്. തെങ്ങയില് നിറച്ച തേങ്ങ, എല്ലായിടത്തും എല്ലാത്തേലും കായ്ഫലവും ഉണ്ടേ. അതാണ്, എവിടെ നോക്കിയാലും തെങ്ങാണ്. തെങ്ങും തോട്ടങ്ങളുടെ കളികളാണ്. പനയുണ്ട്, കവുങ്ങുണ്ട്, മാവുണ്ട്, ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ തെങ്ങുള്ള സംസ്ഥാനം തമിഴ്നാടാണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. തിരുച്ചെന്തൂർ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയാണ് തിരുച്ചെന്തൂർ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപോകാറ്. നമ്മളിപ്പോൾ ശരിക്കും ഉള്ളത് കന്യാകുമാരിയിൽ നിന്ന് NH44 നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് മുപ്പന്തൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മുപ്പന്തലിന് നേത്രാവതി മിണ്ടിപ്പോരുത്. നേത്രാവതി രാവിലെ കുറെ നേരം 1 മണിക്കൂറായി ട്രെയിൻ. ഇവൻ ആരെങ്കിലും ട്രെയിനിന് കൈവശം കൊടുത്തിട്ടുണ്ട്. നിനക്ക് അടി കിട്ടും അത് കേട്ടോ. ഇവന് ട്രെയിൻ രാവിലെ ഊണിലും ഉറക്കത്തില് രാത്രിയൊക്കെ ഉറക്കത്തിൽ എണീറ്റിട്ട് ട്രെയിനിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ രാത്രി ഇരുന്ന് ചിരിക്കുന്ന ട്രെയിനിന്റെ കാര്യം പറഞ്ഞോണ്ട്. ട്രെയിന് മിണ്ടരുത് നേത്രാവതി. ചിരിക്കുന്ന നേത്രാവതി ബോംബെക്ക് പോയില്ല, ഡൽഹിക്ക് പോയി. മിണ്ടാരി ഇവിടെ. മിക്കവാറും ഞങ്ങൾ രണ്ടുപേരും ഈ ട്രിപ്പ് കഴിയുന്നതിന് മുമ്പ് ഈ 2 എവിടെയെങ്കിലും തൂക്കറിഞ്ഞിട്ട് ഞങ്ങൾ പോകും. ഇവനെ ഒരു തവണ മറ്റേ കന്യാകുമാരി ദിബ്രുഗഡ് കയറ്റി വിട്ടാൽ മതി. പിന്നെ അതോടെ അവന്റെ റെയിൽ ഫാനിങ്. കന്യാകുമാരി ദിബ്രുഗഡ് അല്ല, രാജധാനി പറഞ്ഞു വിട്ടാൽ മതി. ഓക്കെ, അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓൺഷോർ വിൻഡ് ഫാം ഉള്ളത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ് എന്നാണ് ഞാൻ ഇന്റർനെറ്റിൽ പരത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലും കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചൈനയിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഇനി ചൈനയിൽ ഉള്ളതിനും കുറവാണ്, ഇവിടെ കൂടുതലാണെന്നൊന്നും എനിക്കറിയത്തില്ല. മുപ്പന്തൽ വിൻഡ് ഫാം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഈ കടൽ തീരത്ത് ധാരാളം കാറ്റുള്ള സ്ഥലമാണല്ലോ. പക്ഷെ നമുക്കിവിടെ അത്ര വലിയ കാറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ വലിയ ഇളം കാറ്റേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഈ ഇളം കാറ്റിൽ ഇത് എങ്ങനെ ആടുന്നെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ കുറെ ഈ ഹൈവേയിലൂടെ പോകുമ്പോഴത്തേക്കും ഇതിന്റെ കുറെ വ്യൂ പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇന്ന് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രോൺ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. സൂര്യമാമൻ വന്നിട്ടില്ല. സൂര്യൻ ഇന്ന് ഇച്ചിരി മടി പിടിച്ചിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിയാണ്, നല്ല ലൈറ്റ് ഉള്ള ദിവസമാണെങ്കിൽ നല്ല ബ്യൂട്ടിയാണ്. നമ്മള് ഇന്നലെ വിവേകാനന്ദ പാറയൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പോലും ആ ഒരു വിൻമിൽസ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. സോ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കാണുക, എക്സ്പ്ലോർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോ നാളെ നമ്മൾ തിരുച്ചെന്തൂർ പോകാൻ പോകുന്നു. തിരുച്ചെന്തൂർ പോകുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തിരുച്ചെന്തൂരില് നമുക്ക് തെറിക്കാട് അല്ലേ, തെറിക്കാടെന്നും പറഞ്ഞുകൊണ്ട് ഒരു റെഡ് ഡെസേർട്ട്, അത് തമിഴ്നാട്ടിലുള്ള ഒരു കിടിലൻ സാധനമാണ് റെഡ് ഡെസേർട്ട്. അത് കാണണം. പിന്നെ തിരുച്ചെന്തൂരില് കടലിലാണ് ലിറ്ററലി ഉണ്ട്. കണ്ടിട്ടില്ല. അഭിജിത്ത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. നീ പോയിട്ടില്ല? അപ്പൊ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. നീ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ മാത്രമല്ല നിങ്ങളെയും കൊണ്ടുപോകാൻ പോകുന്നു തിരുച്ചെന്തൂരും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ റെഡ് ഡെസേർട്ട് ഒക്കെ കാണാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റേ വിത്ത് എ ലോക്കൽ, വി എൻജോയ്ഡ് എ ലോട്ട് അല്ലേ. ലൈക്ക് പുള്ളി ഹി വാസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ഗായ്. പുള്ളി ഇവിടുത്തെ ഈ വിൻഡ് മിൽ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു, റിട്ടയർഡ് ആയതാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോടാ,
നോക്ക്, കാണിക്ക്. അവൻ അവിടെ ഇരിപ്പ് ഉറപ്പിച്ച്. ഇവിടെ ധാരാളം സുശീലോൻ അങ്ങനെ പല കമ്പനികളുടെ വിൻഡ് ഫാമുകൾ ഇവിടെ ഉണ്ട്. പല കമ്പനികളുടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും അല്ലാതെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു സംഭവ സ്ഥലം. അപ്പോൾ എന്തായാലും നാളെ തിരുച്ചെന്തൂരിന്റെയും ബാക്കിയുള്ള സ്ഥലങ്ങളുടെയൊക്കെ വിശേഷങ്ങളായിട്ട് വി വിൽ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ ബൈ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ടേസ്റ്റ് നിബിൾസിന്റെ PDF അടക്കമുള്ള കിഡിൽ ആൻഡ് ഫുഡ് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. ടെക് ട്രാവൽ ഇറ്റ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് നിബിൾസിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരും വാങ്ങിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സീ യു ടുമോറോ ഗൈസ്.